ഞാനിപ്പോൾ വന്നത് 2 കമൻറ്റിന് റീപ്ലൈ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫിദ ഹബീബ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്ന് വന്നതാണ്. മോൾ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണോ വന്നതെങ്കിൽ സോറി, ആദ്യം മോൾ പോയി ഒന്ന് മോൾ എന്താണ് എന്ന് പറഞ്ഞു താ, എന്നിട്ടൊക്കെ ഇതിൽ ഇടപെടാമെന്ന്. ചേച്ചിയാണെന്ന് തോന്നുന്നു. ചേച്ചി ആയാലും മോളായാലും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം എനിക്കില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, പിന്നെ ഇതിലൊന്നും ഇടപെടാൻ ഞാൻ പറഞ്ഞില്ല ചേച്ചിയോട്. ഓക്കെ, ഇത് എൻ്റെ അക്കൗണ്ടാണ്. ചേച്ചിക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ ചേച്ചി കാണണ്ട, ഞാൻ ചേച്ചിയോട് കാണാൻ പറയുന്നില്ലല്ലോ. ഇനി ഞാൻ ആരാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെ വഴി അറിയാൻ പറ്റും. അതെന്നെ ഇഷ്ടമുള്ളവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും അറിയാൻ പറ്റും. ചേച്ചിക്ക് താല്പര്യമില്ലെങ്കിൽ ചേച്ചി അറിയാൻ നിൽക്കണ്ടല്ലോ. പിന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാനാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഇൻസ്റ്റോ ഫേസ്ബുക്കോ പോലെയല്ല, യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടാൻ തന്നെയാണ് ചേച്ചി. ഒരു ഡോൺസെൽ സം EB5P എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ട്, ആരതൊക്കെ അറിയില്ല. നിങ്ങൾ കഴിക്കുന്ന അരി അഖിലിൻ്റെ വീട്ടിൽ നിന്നാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യൂസ് ആണ് വേണ്ടതെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. അഖിൽ ഈ ആരോപണങ്ങൾ തെളിവൊന്നും ഇല്ലാലോ, തെളിവൊക്കെ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ കാടടച്ച് വെടിവെക്കല്ലേ എന്ന്. അപ്പോൾ ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീട്ടിലുള്ള അരി ചേട്ടനും അല്ല കൊണ്ടുതരുന്നത്, അഖിലേട്ടൻ്റെ വീട്ടിൽ നിന്നല്ല കിട്ടുന്നത്. എൻ്റെ വീട്ടിൽ നിന്ന് ഞാനോ എൻ്റെ അച്ഛനോ എൻ്റെ ഹസ്ബൻഡോ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അരി വാങ്ങുന്നത്. ചേട്ടൻ്റെ വീട്ടിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ ചേട്ടൻ കഷ്ടപ്പെട്ട് അരി വാങ്ങുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ വീട്ടിൽ എന്തായാലും അഖിലേട്ടൻ്റെ വീട്ടിൽ നിന്നോ മറ്റ് പബ്ലിക് ഫിഗറായിട്ട് നിൽക്കുന്ന ആരുടെ വീട്ടിൽ നിന്നോ അല്ല അരി കൊണ്ടുവരുന്നത്. പിന്നെ ഇതിലൊക്കെ അതോറിറ്റി ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സൈഡിൽ ഏഷ്യാനെറ്റിനെതിരെ ഒരു കള്ളക്കഥയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് അഖിലിനെതിരെ കേസ് എടുക്കട്ടെ. വൈ എന്തുകൊണ്ട് എടുക്കുന്നില്ല? പിന്നെ പലരും പറയുന്നതാണ് ഇത്ര നാളെ എവിടെയായിരുന്നു ഇവരൊക്കെ, ഇപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെൺകുട്ടികൾ വരെ മുന്നിലേക്ക് വരുന്നു. ആ പെൺകുട്ടികൾക്കെതിരെ വരെ ചോദിക്കുകയാണ് നിങ്ങൾ ഇത്ര നാളെ എവിടെയായിരുന്നു. അപ്പം ഇപ്പോൾ അവർ പ്രതികരിച്ചത് ഒരു പ്രതികരണമല്ല, ഇത്ര നാൾ പ്രതികരിക്കാത്തതാണ് പ്രശ്നം. ഇപ്പോൾ എന്നെ എനിക്ക് കമന്റ് ഇട്ട് ഫിദ ഹബീബ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാന്ന് തോന്നുന്നു. നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളാണ് ഈ പെൺകുട്ടികൾക്ക് തന്നെ നാശം. ഓക്കെ, എന്നെ റിയാക്ട് ചെയ്യാനാണ് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഓവർ റിയാക്ഷൻ അല്ല, നമ്മൾ റിയാക്ട് ചെയ്യേണ്ടവർക്ക് റിയാക്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ കാണണമെങ്കിൽ ഞാൻ പിടിച്ചെടുത്ത് വലിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ കാണിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് കാണാതിരുന്നാൽ പോരെ, കാണണ്ട. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിന് അടിയിൽ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും. ഓഫ് കോഴ്സ്, അത് ആരാണെങ്കിലും പ്രതികരിക്കും. പിന്നെ ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ ഹൈഡ് ചെയ്തൊന്നും വയ്ക്കുന്നില്ല. നിങ്ങൾക്കറിയാലോ ഹൈഡ് ചെയ്യാൻ പറ്റുന്നു. ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടില്ലോ, ഇത്രയ്ക്ക് ഉള്ളൂ എന്ന് നിങ്ങൾക്കും അറിയാം. പിന്നെ ഞാൻ സ്വർണ്ണക്കരണ്ടി വായിൽ വെച്ച് ജനിച്ചൊരു കുട്ടിയൊന്നുമല്ല, കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ച് തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ എത്തിയിട്ടുള്ളത്. പിന്നെ ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 180 എത്രയെങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സായി ഇപ്പം ഞാൻ എടുക്കുമ്പോൾ ആയിട്ടുള്ളൂ. അത്രയ്ക്കേ ഉള്ളൂ, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ചേച്ചി. ആ പറഞ്ഞിരിക്കുന്ന ആ ഡോൺസിലായാലും ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ കാണണ്ടവർ കണ്ടാൽ മതി. അത്ര വലിയ ക്യാമറ വെച്ചിട്ടോ മൈക്ക് വെച്ചിട്ടോ ഒന്നുമല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളത് ഒരു ഫോൺ മാത്രമാണ്. അതിൽ എനിക്ക് വേണ്ട ആ ഒരു കോണ്ടന്റ് ഞാൻ ഇടുന്നു. ചിലപ്പോൾ നല്ലതായിരിക്കാം, ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ഇഷ്ടപ്പെടാത്തവർ കാണില്ല, സബ്സ്ക്രൈബ് ചെയ്യില്ല. ഇഷ്ടപ്പെടുന്നവർ കാണും, സബ്സ്ക്രൈബ് ചെയ്യും. അവരോട് മാത്രം ഞാൻ ആരാണെന്ന് പറഞ്ഞാൽ പോരെ. ഇഷ്ടപ്പെടാത്ത നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഓക്കെ, ബൈ.